ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ ഈ അടുത്ത് വന്ന ഒരു കോടതി വിധി അറിഞ്ഞാണുമായിരിക്കുമല്ലോ അല്ലേ? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നടന്നൊരു കൊലപാതകം. കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളിയിലാണ് ഇത് അരങ്ങേറിയത്. തുഷാര എന്ന് പറയുന്ന പെൺകുട്ടിയെ കാലങ്ങളോളം പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി. ആ ഒരു വാർത്തയുടെ കുറച്ച് ക്ലിപ്പിങ്സ് കണ്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നരകിപ്പിച്ചു കൊന്നവർക്ക് തക്കതായ ശിക്ഷ. ഭർത്താവ് ചന്തുലാലും അയാളുടെ മാതാവ് ഗീതാലാലിയും ജീവിതകാലം മൊത്തം ജയിലിൽ കഴിയും. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ജീവപര്യന്തം കൂടാതെ 1 ലക്ഷം രൂപ പ്രതികൾ പിഴയൊടുക്കണം. കൂടാതെ 2 വർഷം തടവും 5000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. 2 കുഞ്ഞുങ്ങളുടെ അമ്മ, അതിനും അപ്പുറം ആ 2 കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ഈ പ്രതികൾ അവരോട് പെരുമാറിയിരുന്നുള്ള ഒരു വസ്തുത. ഇതെല്ലാം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് കോടതി അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തുഷാര എന്ന പെൺകുട്ടിക്ക് ഭക്ഷണം നൽകാതെ നരകിപ്പിച്ചു വന്ന ആ നരാധമർക്ക് പരമാവധി ശിക്ഷ കോടതി നൽകിയിരിക്കുന്നു. പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്ന് കൊല്ലം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്വന്തം ഭാര്യയാണ്, 2 മക്കളുടെ അമ്മയാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഈ കേസിലെ 1-ാം പ്രതിയും 2-ാം പ്രതിയും ചേർന്ന് തുഷാരയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇന്ത്യക്കകത്ത് തന്നെ ആദ്യമായിട്ടാകും ഒരു സ്ത്രീക്ക് ഭക്ഷണം നൽകാതെ ദിവസങ്ങളോളം മുറിയിൽ ഇട്ട് അങ്ങനെ അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം സമയത്ത് അവരുടെ വയറിനുള്ളിൽ കാലിയായിരുന്നു. ഒരു ചെറു വറ്റ് പോലും ആ വയറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന്, അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലൊന്നും തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. നമ്മൾ ചെന്നാൽ നമ്മളെ ആട്ടിപ്പായിക്കുന്ന രീതിയായിരുന്നു. എൻ്റെ മോള് ഉൾപ്പെടെ അങ്ങനെയാണ്. നമ്മളോടൊരു പരാതി പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ അറിയുന്നില്ല ഈ ഒരു കൊലവാക്കി ഇട്ടിരിക്കുവാണെന്നുള്ളത്. ഭക്ഷണം കഴിക്കാതെ തുഷാര സ്വയം ജീവനൊടുക്കിയതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് തുടക്കത്തിൽ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ കേസിൽ കൃത്യമായിട്ടൊരു അന്വേഷണം അന്ന് കൊട്ടാരക്കര DYSP ആയിരുന്ന ദിനുരാജിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അങ്ങനെയാണ് ഈ കേസിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്. ഭക്ഷണം നൽകാതെ ബോധപൂർവം ആ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്. തൻ്റെ മകൾക്ക് നീതി ലഭിച്ചു എന്ന് ഈ കോടതി വിധിക്ക് ശേഷം കൃത്യമായി തുഷാരയുടെ മാതാപിതാക്കൾ പറയുന്നു. പക്ഷേ തൻ്റെ മകൾ അനുഭവിച്ച നരകയാതന അതിനുതകുന്ന തരത്തിലേക്ക് ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. അതായത് ഈ 2 പ്രതികൾക്കും വധശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഈ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു. അത്രയ്ക്ക് നരകയാതന എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതിന് അതുപോലെ തന്നെ ഒരു നരകയാതന അനുഭവിച്ച് മരിക്കണം എന്നുള്ളതായിരുന്നു. അവർക്കും അതേ രീതിയിലുള്ള നരകയാതന അനുഭവിക്കണം. സംതൃപ്തനാണ്. പക്ഷെ എന്നാലും എൻ്റെ ചേച്ചിയെ അത്രയൊന്നും അവർ ജയിലിപ്പോൾ ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എൻ്റെ ചേച്ചിക്ക് നീതി കിട്ടിയത് സന്തോഷമുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊടിയ ശാരീരിക മാനസിക പീഡനങ്ങളാണ് തുഷാര നേരിട്ടത്. ഈ കുഞ്ഞുങ്ങളെ കാണാൻ തുഷാരയുടെ ബന്ധുക്കളെ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കൊടിയ പീഡനം അനുഭവിച്ച കേസിലാണ് ആ പെൺകുട്ടി, 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസിലാണ് ഇന്ന് സുപ്രധാനമായിട്ടുള്ള വിധി. വാർത്ത നിങ്ങൾ കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ സഹിക്കാവുന്നതിലും ഉപരിയാണല്ലേ. ഒരു 2013 ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി വിവാഹിതയായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു പെൺകുട്ടി 3 മാസങ്ങൾ, വെറും 3 മാസം മാത്രം ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയി. അതിനുശേഷം ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും കൊടിയ ക്രൂരതകൾ അനുഭവിച്ച് അനുദിനം ജീവിക്കേണ്ടി വരുന്നു. അതിനിടയ്ക്ക് അവൾ 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ആ ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ ഒന്ന് ലാളിക്കാനോ സ്നേഹിക്കാനോ അനുവദിക്കാതെ ഒരു മുറിയിലിട്ട് പൂട്ടുന്നു. മാസങ്ങൾ കൂടുമ്പോൾ കുറച്ച് പച്ചരിയും പച്ചവെള്ളവും പഞ്ചസാരയും ആഹാരമായി കൊടുക്കുന്നു. ഈ ക്രൂരത സത്യം പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ ഈ ഒരു കേസ് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ വാർത്ത ക്ലിപ്പിങ്ങിൽ തൻ്റെ മകൾക്ക് നീതി കിട്ടണം, എൻ്റെ മകൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ആട്ടിപ്പായിക്കും, അങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക്, അതായത് ആ പെൺകുട്ടി തുഷാരയുടെ അച്ഛനും അമ്മ സഹോദരൻ എന്ന് പറയുന്ന ബന്ധുക്കൾക്ക് ഈ കുട്ടിക്ക് വന്ന ഈ ഒരു ദുരവസ്ഥയിൽ അവർ പൂർണ്ണ ഉത്തരവാദികളാണ്. കാരണം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ
പിന്നെ ആ പെൺകുട്ടി ആ വീട്ടിലെ അംഗമല്ലേ? ഇത്രയും നാളും പോറ്റി വളർത്തിയ എന്തുകൊണ്ട് അവരെ പിന്നീട് നിങ്ങൾ നോക്കിയില്ല? ഈ മാസങ്ങളോളം, അതായത് ഈ കുട്ടി മരിച്ചപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 21 കിലോ ആണ്. 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ വെയിറ്റ് 21 കിലോ. ഈ 21 കിലോ വെയിറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആമാശയത്തിലെ ഭക്ഷണത്തിൻ്റെ ഒരു എന്താ പറയുക വറ്റ് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കൊടിയ ക്രൂരതയാണ് ആ കുട്ടിയോട് കാണിച്ചത്. ഭർത്തൃമാതാവും ചെയ്ത ഈ കുറ്റത്തിന് അറിഞ്ഞോ അറിയാതെയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉത്തരവാദികളാണ്. കാരണം തൻ്റെ മകളെ ഒരു ദിവസം വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു 3 നേരം വിളിക്കുന്ന പേരൻസാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നാൾ മകളെ കാണാൻ ചെല്ലുകയോ അതുപോലെ മകളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ മരിച്ചതിന് ശേഷം എൻ്റെ മോള് ഇത് കൊലപാതകമാണ്, അന്വേഷിക്കണം, എൻ്റെ മോൾക്ക് നീതി കിട്ടണം, അവർക്ക് വധശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത്? ഇത് എന്തിൻ്റെ പേരിലാണെന്നല്ലേ? സ്ത്രീധനത്തിൻ്റെ പേരിൽ 20 പവനും 2 ലക്ഷം രൂപയും ശ്രീധരൻ ചോദിച്ചെടുത്ത് 20 പവൻ മാത്രമേ തുഷാരയുടെ വീട്ടുകാർ കൊടുക്കാൻ സാധിച്ചുള്ളൂ. 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ ജീവിതം ഇവർ തകർത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതിയിൽ ഈ വിധി വന്നപ്പോൾ ജഡ്ജി പോലും പറഞ്ഞ എന്താണ്, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു കൊലപാതകമാണ് പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കും ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? പച്ചരിയും പച്ചവെള്ളവും പഞ്ചസാരയും സത്യം പറഞ്ഞാൽ സഹിക്കാവുന്നൊരു ഉപരിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു ജിസ്മോളുടെ മരണം, ഷൈനിയുടെ മരണം. ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? ഇവർക്ക് കയറി ചെല്ലാൻ വീട്ടുകാരോ ബന്ധുക്കളോ ഒരു വീടോ ആശ്വസിപ്പിക്കാൻ ആളുകളോ ഉണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമോ? സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല കേട്ടോ. തുഷാരയ്ക്ക് സംഭവിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ കൊല്ലംകാരിയാണെന്ന് പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അപമാനമുണ്ട് കേട്ടോ. ഇതും കൊല്ലം തന്നെയാണ്, കൊല്ലം പൂയപ്പള്ളിയിലാണ് ഇത് സംഭവിച്ചത്. ഇത്രയും സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അടി കൂടുന്ന ഒരു വിഭാഗം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ഇനി എത്ര കൊല്ലക്കാരെ എന്നെ വന്ന് തെറി വിളിച്ചാലും ശരി, സ്ത്രീധനം 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 ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എല്ലാം. സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് തൻ്റെ പണ്ട് കാലത്ത് തൻ്റെ മക്കളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് സമ്മാനമായി കൊടുത്തിരുന്ന സംഭവമാണ്. ഇന്നിപ്പോൾ അത് അവകാശമായിട്ട് ചോദിച്ച് വാങ്ങുകയാണ്. അത് കൊടുത്തില്ലെങ്കിലോ കൊടിയ പീഡനങ്ങളും. ഈ പട്ടിണി മരണം ഇതുപോലെ എത്രയോ, ഈ കുട്ടിയുടെ അവസ്ഥ തന്നെ, ഈ കുട്ടിയുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മേന്നുള്ള പേരിൻ്റെ അടുത്ത് ഗീതാലാലി എന്ന് പറയുന്ന മുത്തശ്ശിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അവർ. എന്നിട്ട് പറഞ്ഞ അമ്മ അവിടെ കിടപ്പ് രോഗിയാണെന്നാണ്. കാര്യം ഈ കുഞ്ഞുങ്ങളൊന്ന് കാണാനോ ലാളിക്കാനോ അനുവദിച്ച കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ അവർ പുറത്ത് പറയില്ലേ, അതുകൊണ്ടായിരിക്കണം കിടപ്പ് രോഗിയായിട്ട് നട്ടലിനോട് ചേർന്ന് മാംസം ഒട്ടിച്ചേർന്ന് പോയി. ഒരു ഒട്ടും ഭാരമില്ല, ഒട്ടും തൊലിയില്ല, മാംസമില്ല. ഒരവസ്ഥയെന്ന് പറയുന്നുണ്ടല്ലോ സഹിക്കാവുന്നതിൽ ഉപരിയായിരിക്കും. 2019 ഈ കുട്ടി മരണപ്പെടുന്നത്. 2025 വരെ കാത്തിരിക്കേണ്ടി വന്നു ഇതിനൊരു തെളിവ് കണ്ടെത്തി ഇത് ശിക്ഷിക്കപ്പെടാനായിട്ട്. പക്ഷെ പോലീസുകാർ അന്ന് തന്നെ ഈ മൃതദേഹം പരിശോധിച്ച് അന്ന് തന്നെ അവരിത് കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയും ഇതനുസരിച്ച് അന്വേഷിക്കുകയും ചെയ്തു. എന്തായാലും മരിച്ചെങ്കിൽ ആ കുഞ്ഞിന് മീൻസ് അതൊരു രോഗിയാണ്, കിടപ്പ് രോഗിയാണ്, ആഹാരം കഴിക്കാതെ സ്വന്തമായിട്ട് കഴിക്കാതെ മരിച്ചതാണ് എന്ന് വന്നില്ലല്ലോ. എന്തായാലും ആ കുഞ്ഞുങ്ങൾക്കെങ്കിലും തിരിച്ചറിയാനൊരു അവസരം ഉണ്ടായല്ലോ. തൻ്റെ അച്ഛനും അച്ഛമ്മയാണ് തൻ്റെ അമ്മയെ കൊന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. കാര്യം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇവർ സ്വന്തം ഭാര്യയെ നിഷ്കരണം കൊല്ലാൻ കൂട്ടുനിന്ന ഈ ഭർത്താവ് ഇവനെ എങ്ങനെ വിശ്വസിക്കും? ആ മക്കളെ, അവൻ കാശിന് വേണ്ടി ആ മക്കളെ എന്ത് ചെയ്തില്ലെന്ന് നമുക്ക് എന്താ ഉറപ്പ്? സത്യം പറഞ്ഞുണ്ടല്ലോ ഇവനെയൊക്കെ ശിക്ഷ കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ വധശിക്ഷയാണ് ഇവന് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവന് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപയുമാണ് അടയ്ക്കേണ്ടി വന്നിരിക്കുന്നത്. ഇവനൊന്നും പുറത്ത് വരാൻ അർഹതപ്പെട്ടവരല്ല കേട്ടോ. ഇവരൊക്കെ അകത്ത് കിടക്കണം, അന്ന് അവിടെ കിടന്ന് അനുഭവിക്കണം. അതുപോലെ തന്നെ ഇനിയെങ്കിലും ഈ മാതാപിതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കണം. തൻ്റെ മക്കളുടെ മുഖഭാഗം മാറുമ്പോൾ തന്നെ തിരിച്ചറിയണം. ഇതങ്ങനെയല്ല, വിവാഹം കഴിച്ചയച്ചാൽ തൻ്റെ അഭിമാനം, മകൾ അവിടെ വിഷമിക്കുകയാണ്. എത്ര പേരൻസ് ഉണ്ട് സ്വന്തം മക്കൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പുറത്തു പറയുന്നത്? എത്ര പെൺകുട്ടികളുണ്ട് തൻ്റെ അച്ഛനമ്മയെ കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടുകയാണ്, അതുകൊണ്ട് എല്ലാം സഹിച്ച് അവിടെ ജീവിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് മാതാപിതാക്കളുടെ ദുരഭിമാനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രമാത്രം ആത്മഹത്യകൾ പെൺകുട്ടികൾക്ക് പെരുകുന്നതെന്ന്. കറക്റ്റാണ്, സത്യസന്ധമായ കാര്യമാണ്.
കാര്യം തൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അച്ഛൻ, അമ്മ ഇവർ സ്വീകരിക്കില്ല, എല്ലാ കുറ്റവും തൻ്റെ മേലെ അടിച്ചേൽപ്പിക്കും, താൻ അഹങ്കാരിയാണെന്ന് പറയും എന്നൊക്കെയുള്ള പേടി കൊണ്ട് അവിടെ തന്നെ കടിച്ച് അമർത്തി അവിടെ തന്നെ ജീവിക്കുന്നു. ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ കിണറ്റിൽ കാൽ വഴുതി വീഴുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കിടപ്പ് രോഗികളാകുന്നു, മാറാ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. ഈ എത്രയോ വീടുകളിൽ ഈ കിടക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകൾ തലയിടിച്ച് വീണു, അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ മരുന്ന് കുത്തിവെച്ച് അങ്ങനെ ആക്കിയതായിരിക്കാം. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഈ തുഷാരയുടെ ഈ ഒരു വധശ്രമ കേസ്, അത് ഈ മരണത്തോടു കൂടി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരുമായിരിക്കും. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാം, എനിക്ക് 2 പെൺമക്കളാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയുണ്ട്. പക്ഷെ എൻ്റെ മക്കളോടായാലും ഇനിയത്തെ കുഞ്ഞു മക്കളോടായാലും പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരിക്കലും നിങ്ങൾ ഇത്രയും പീഡനങ്ങൾ സഹിച്ച് ആ വീടുകളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾ സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് ഷെൽട്ടറിങ് ഹോമുകളുണ്ട്, നമ്മുടെ സർക്കാർ തന്നെ അങ്ങനെയുള്ള ഹോമുകൾ നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ പോയി ജീവിക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ, അത് വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ് മക്കളെ. നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസം ആർജിക്കുക. ഒരു വിദ്യാഭ്യാസം ആർജിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, അന്തസ്സായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ മാതാപിതാക്കളടുത്ത് നഷ്ടപ്പെട്ടതിന് ശേഷം അയ്യോ എൻ്റെ മോള് പോയി, എൻ്റെ മോൻ പോയി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവരെ ബോൾഡാക്കി വളർത്തി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ മുഖഭാവം മാറിക്കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുക. അല്ലാതെ ദുരഭിമാനം എന്ന് പറയുന്ന സംഭവത്തിന് എടുത്തു കളയുക. സൊസൈറ്റി അല്ല നമുക്ക് ചിലവിന് തരുന്നത്, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അയ്യോ പാവം ആ കുട്ടി മരിച്ചോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പിറ്റേ ദിവസം അവരത് മറക്കും. അത് നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നേറുക. ഒരുപാട് വിഷമത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്തിരുന്നത്. ഈ വീഡിയോ 2 ദിവസമായിട്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് ഇത് മാറ്റി വെച്ചത്. പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ടാറ്റ.